അദ്ദേഹം പറഞ്ഞത് RSS പറഞ്ഞിട്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത്. പൊന്നു സഹോദരൻ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ശരി, അപ്പോ RSSന്റെ ഏതെങ്കിലും നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്താന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും നേതാവ്. പക്ഷേ RSSന്റെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞവർ അതിന് ആൾക്കാരുണ്ട്. അങ്ങനെ സംഘടന ഔദ്യോഗികമായിട്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ മുരളീധരനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ അവിടെ പറയേണ്ടി വരും. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. മുരളീധരൻ പറഞ്ഞത് ഈ നാട്ടിലെ ഏറ്റവും വലിയ മോശ സ്ത്രീയാണ് മുരളീധരൻ എന്ന് പറഞ്ഞത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വീഡിയോ ഉണ്ട്. ഞാനത് ഉദ്ധരിക്കില്ല, എന്റെ സംസ്കാരമല്ലത്. പക്ഷേ ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് പിണറായി വിജയനും അന്നത്തെ കൃഷിമന്ത്രിയായിരുന്നു സുനിൽകുമാറും കൂടിയിട്ടാണ്. അതിന് സംശയമില്ല. പിന്നെ മണിപ്പൂരിൽ വത്സരാജായിട്ട് ഒരു മുത്തെന്നാണ് പറഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ ഒരു ബിഷപ്പ് പറഞ്ഞു ഉത്തര അവിടെ ഞാൻ പറയട്ടെ വത്സരാജേട്ട തൃശൂർ ബിഷപ്പ് എന്തിനാണ് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോകേണ്ടത്? താമരശ്ശേരി പാമ്പളാനായാലും ഞാൻ പറയട്ടെ, കമ്മ്യൂണിസ്റ്റുകാരാ സഹിഷ്ണുത അല്ല കുഴപ്പമില്ല. തൃശൂർ ബിഷപ്പോ പാമ്പളാനി ബിഷപ്പോ ഒരു ബിഷപ്പും മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർ വായ തുറക്കുന്നത് മറ്റേ ഭക്ഷണം കഴിക്കാനും പറയാനാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയും. ഞാൻ പറഞ്ഞത് ഒരു ബിഷപ്പും അല്ല, നമ്മുടെ തൃശൂർ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തു പിതാവ് മണിപ്പൂർ സന്ദർശിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞോ മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കിയത് BJP ആണെന്ന്? അദ്ദേഹം പറഞ്ഞോ? ഒരു പാംപ്ലാനി ബിഷപ്പും. പിന്നെ ഇവിടെ അതിന്റെ ഇടയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല നമ്മുടെ സഖാവ് കയറി പറഞ്ഞതൊക്കെ ഉണ്ണേട്ടൻ പോയാ സഖാക്കൾ കയറി പറഞ്ഞത് അവിടെ അല്ല, ഇദ്ദേഹമാണ് പറഞ്ഞതുകൊണ്ട് അവിടെ BJPയുടെ സന്നദ്ധകളെ വെച്ചിട്ടാ സായുധസേന, BJPയുടെ സായുധസേന തെളിയിച്ച മിസ്റ്റർ, ഞാൻ രാഷ്ട്രീയം നിർത്താം. ഈ പറയുന്ന മണിപ്പൂർ കലാപത്തിൽ BJPയുടെ പോലീസിന്റെ പോലീസ് ചെയ്യുന്നതിന് മുഴുവൻ കുറ്റകൃത്യം അല്ല, പോലീസിന്റെ ആയുധങ്ങളാണ് ജനങ്ങളുടെ കയ്യിൽ. മനസ്സിലായിട്ടാ? ഒന്നും മിണ്ടാതെ ഞാൻ പറയട്ടെ സുഹൃത്തെ ഒന്ന് പറയട്ടെ. അതായത് മണിപ്പൂർ അല്ല, നമ്മുടെ ആൾക്കാർ കുഴപ്പമില്ല, എല്ലാവരും ആൾക്കാരുണ്ടെന്ന് എല്ലാവരും പറയട്ടെ. മണിപ്പൂരിൽ അല്ല, അത് നമ്മൾ തൃശ്ശൂർ അത്രയും വലിയ രാഷ്ട്രീയ സംഘർഷമൊന്നുമില്ലല്ലോ. എല്ലാവരും ഒന്നുപോലെ തോന്നുന്ന സ്ഥല. ഇപ്പൊ ചേച്ചി ഞാനായിട്ട് തല്ലൂടിയിൽ ഇത് കഴിഞ്ഞ ഷേക്കിന്റെ അടുത്ത് തീരും. അത് പുണ്യേട്ടനായാലും ചേട്ടനായാലും അത്രേ ഉള്ളൂ. പക്ഷെ പറയുമ്പോ പറയണം, സുനിൽകുമാറും പിണറായി വിജയനും കൂടി ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റിയ പോലെ ഞങ്ങൾ ഒരു മണിപ്പൂർ ഒരു കലാപം ഉണ്ടാക്കിയിട്ടില്ല. BJPയുടെ ഒരു നേതാവ് BJPയുടെ അപ്പൊ സഹിഷ്ണുത കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ പറയട്ടെ, ഫാസിസം വിടൂ, എന്റെ പറയാൻ അനുവദിക്കൂ, വർഗീയത ഉപേക്ഷിക്കൂ. മണിപ്പൂരിൽ BJPയുടെ ആഭ്യന്തരമന്ത്രിയുടെ വീട് ഉൾപ്പെടെ ശ്രീകുമാരട്ട അതിന്റെ ഇടയിൽ ചെറിയൊരു കഷ്ടിട്ട് കൊടുത്തു. അവിടെ ക്രിസ്ത്യൻ പള്ളി മാത്രം നടക്കണം. 47 ക്ഷേത്രം നടന്നു ശ്രീകുമാരട്ട. കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ മുസ്ലിം പാർട്ടി, ന്യൂനപക്ഷ പാർട്ടി മാത്രമല്ലല്ലോ, ഹിന്ദുക്കൾക്കും കൂടി പ്രതിനിധീകരിക്കണ്ടേ. നമ്മൾ വടക്കുന്നാഥിന്റെ മണ്ണിൽ നിന്നിട്ടല്ലേ ഇത് പറയുന്നത്. 47 ക്ഷേത്രങ്ങൾ അവിടെ തറക്കപ്പെട്ടിട്ടുണ്ട്. കുക്കി വിഭാഗത്തിലും മൈത്തേയി വിഭാഗത്തിലും അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അവർ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ അല്ല, കലാപകാരികളാണ്. അവിടെ നടന്നത് വർഗീയ കലാപമല്ല, ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. അതിനെ BJPയുടെ തലയിൽ കെട്ടിവെക്കേണ്ട. ഇത് മണിപ്പൂർ ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്തതാ. കാരണം ഉത്തരം പറയാം. മണിപ്പൂർ ഹൈക്കോടതി എന്തുകൊണ്ടാണ് മൈത്തേയി വിഭാഗങ്ങളെ SC വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ അവരുടെ വിധി തന്നെ പുനഃപരിശോധിച്ചത്?